ഹലോ ഫ്രണ്ട്സ്, ബീനാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. വേറെ ഒന്നുമല്ല, ഉള്ളിവട. ഈ മഴയൊക്കെ വരുന്ന സമയത്ത് കട്ടൻ്റെയൊക്കെ കൂടെ ഉള്ളിവട ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കത്തില്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. വളരെ പെട്ടെന്ന് ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ള ഉള്ളിവട എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പോയി നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ. നമ്മൾ ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ട് മെയിൻ സാധനം ഉള്ളി തന്നെയല്ലേ. അപ്പം ഞാനിവിടെ ഒരു 7 ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും. നമുക്ക് ആ സവാള എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സവാള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ഇത് അരിഞ്ഞെടുക്കാം. നീളത്തിൽ കനം കുറച്ചിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിത് ഫുള്ളൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇനി നമ്മൾക്ക് പച്ചമുളകും ഇഞ്ചി നമ്മൾ ചെറുതായിട്ടാണ് അരിയുന്നത്. ജസ്റ്റ് ഒന്ന് കൊത്തി പൊടിച്ചിട്ട് ഇടുക ചെയ്യുന്നത്. പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞു വിടുക. അപ്പം അങ്ങനെ ഇത് രണ്ടും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഈ വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും ആ സവാള ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിതെല്ലാം അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകമാണ് നമ്മൾ ഇടുന്നത്. അത് നമ്മൾ ഇറച്ചിയിലിടുന്ന ജീരകം. ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ആ മൈദയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മൾക്ക് ഇത് പുളിച്ച് പൊങ്ങാനായിട്ട് തലേ ദിവസം എടുത്തു വെച്ചിരിക്കുന്ന പുളിമാവ്, അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിമാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്ത് കാണിച്ചു തരാവേ. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുഴക്കുകയാണ്. കണ്ടില്ലേ, നമ്മളുടെ മാവെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു 2 മണിക്കൂർ പുളിക്കാൻ മാറ്റി വെക്കാം. കണ്ടോ, നമ്മളുടെ മാവെല്ലാം പുളിച്ച് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ല സൂപ്പർ ഉള്ളിവട ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് വെച്ചിട്ട്. നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കി മാവെടുത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മാവ് എടുക്കുമ്പോഴും കൈ ഒന്ന് വെള്ളത്തിലേക്കൊന്ന് മുക്കണേ. എന്നിട്ട് ഇങ്ങനെ ബോളാക്കി ഇങ്ങനെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ. അങ്ങനെ ഞാൻ അത്യാവശ്യം ആ പാത്രത്തിൽ ഫുള്ളിടത്തക്ക രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഉള്ളിവടയെല്ലാം നല്ല സൈസായിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, നമ്മളിട്ട മാവിനെക്കാട്ടി ഡബിളായിട്ട് വന്നിട്ടില്ലേ? അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് കോരി മാറ്റുവാണേ. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. കോരി മാറ്റി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ പെട്ടെന്നല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രതീക്ഷയോടെ ബീനാസ് കിച്ചൺ. താങ്ക് യു സോ മച്ച്.